ഹലോ എവരി വൺ, വെൽക്കം ടു സ്റ്റഡി വിത്ത് രവി. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഭരണഘടനയിലെ ആമുഖത്തെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ഒരു ചോദ്യത്തിൽ നിന്നും തുടങ്ങാം. ചോദ്യം ഇതാണ്: ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ബി എൻ റാവു. ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ബി എൻ റാവു. ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖമാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നതും ആമുഖമാണ്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നതും ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖത്തിന്റെ പേജ് അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ്. ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖത്തിന് ആധാരം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജനുവരി 22-ന് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് എന്നാണ്? 1947 ജനുവരി 22-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി 1949 നവംബർ 26 ആണ്. ഭരണഘടനയ്ക്കൊരു ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. എന്നാൽ ആമുഖത്തിന്റെ ഭാഷയും ആശയവും കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആമുഖത്തിൽ രാജ്യത്തെ വിശേഷിപ്പിച്ച പ്രധാന വാക്കുകളാണ് പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. എന്താണ്? പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇന്ത്യ ഏതൊരു വിദേശ ശക്തിയുടെയും നിയന്ത്രണത്തിലല്ലെന്നും പൂർണ്ണ സ്വതന്ത്ര രാജ്യമാണെന്നും പരമാധികാരം പറയുന്നു. ദാരിദ്ര്യവും അസമത്വവും നിർമാർജനവും ചെയ്യുന്ന ജനാധിപത്യ സോഷ്യലിസമാണെന്ന് സോഷ്യലിസ്റ്റും. രാജ്യത്തിന്റെ ഔദ്യോഗിക മതമില്ലെന്നും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും സംരക്ഷണവും നൽകുന്നു എന്ന് സെക്യുലർ അഥവാ രാജ്യത്തിന് ഔദ്യോഗിക മതമില്ലെന്നും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും സംരക്ഷണവും നൽകുന്നു എന്ന് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതൊക്കെ വാക്കുകളാണ്? അതിന്റെ ശരിയായ ക്രമമാണ് പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തില് രാജ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആമുഖം തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം അഥവാ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയവയാണ്. ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖം ഉറപ്പു നൽകുന്നത് 3 തരം നീതിയാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതിയാണ്. നീതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. ആമുഖത്തിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്, അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ആമുഖത്തിലെ സ്വാതന്ത്ര്യം,
സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്ന ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ആമുഖത്തിൽ പറയുന്ന 5 സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്? ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന തുടങ്ങിയവയാണ്. ആമുഖത്തിൽ പറയുന്ന സമത്വം സ്ഥാനമാന സമത്വവും അവസര സമത്വവുമാണ്. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിരിക്കുന്നു? ഒരു തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തിരിക്കുന്നത്. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976 42-ാം ഭേദഗതിയാണ്. അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 42-ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി അഥവാ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത തുടങ്ങിയവയാണ്. 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി മാറി. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡത എന്നാക്കി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ആമുഖവുമായി ബന്ധപ്പെട്ട 3 കേസുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന്, ബെറുബാറി യൂണിയൻ കേസ്. 1960-ലാണ് അത് വന്നിരിക്കുന്നത്. അത് പ്രകാരം ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അവിഭാജ്യ ഘടകമാണെന്നും വിധിച്ച കേസാണ് 1973-ലെ കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി വീണ്ടും വിധിച്ച കേസാണ് 1995-ലെ LIC കേസ്. അപ്പം ഏതൊക്കെ കേസുകളാണ് ആമുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞ ബെറുബാറി കേസ് 1960, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ 1973-ലെ കേശവാനന്ദ ഭാരതി കേസും ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വീണ്ടും വിധിച്ച കേസ് LIC കേസാണ്. ആമുഖം ഭരണഘടനയുടെ ജാതകമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് KM മുൻഷി. ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് ആരാ? NA പൽക്കിവാലയാണ്. NA പൽക്കിവാല പറഞ്ഞത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നാണ്. ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് അഥവാ കീനോട്ട് ആണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവും രത്നവുമാണെന്ന് പറഞ്ഞത് പണ്ഡിറ്റ് ടാഗോർദാസ് ആണ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണെന്ന് പറഞ്ഞത് KM മുൻഷിയും ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണെന്ന് പറഞ്ഞത് NA പൽക്കിവാലയും ആമുഖം ഭരണഘടനയുടെ കീനോട്ടാണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറും ഭരണഘടനയുടെ ആത്മാവാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഭരണഘടനയുടെ മൂല്യമളക്കാൻ കഴിയുന്ന ശരാശരി അളവുകോലാണെന്നും ഭരണഘടനയുടെ രത്നമാണെന്നും പറഞ്ഞത് ടാഗോർദാസ് ഭാർഗവയാണ്. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചതും സ്വപ്നം കണ്ടതും നമ്മുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചതും സ്വപ്നം കണ്ടതും നമ്മുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. താങ്ക് യു.